എത്തിയ ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിലോട്ട് പോവാം. അർജുൻ സാർ, ഞങ്ങൾക്ക് ബോഡി ഗാർഡ് സാർ, നിങ്ങൾക്ക് പ്രശ്നമൊന്നും അറിയില്ല സാർ. പോകുന്നിടത്തോളം ഞങ്ങൾ നിങ്ങൾക്ക് ഇത് സെക്യൂരിറ്റിമാർ, നമ്മുടെ കയ്യിൽ കുറച്ച് ആൾക്കാരുണ്ട് സാർ. എൻ്റെ ചേട്ടൻ്റെ കുറച്ച് ആൾക്കാരുണ്ട്, അങ്ങനെ ഫ്രണ്ട്സ്, അവർക്ക് കുറച്ച് നിങ്ങളെ പോകുന്നിടത്തുള്ള കുറച്ച് സെക്യൂരിറ്റിമാർ ചെയ്യൂ. അർജുൻ്റെ ചേട്ടനോട് പറഞ്ഞായിരുന്നു ഫ്രണ്ട്സിന്. അങ്ങനെ അർജുൻ ചേട്ടൻ പറഞ്ഞു ശരി ഓക്കെ. അങ്ങനെ കുറച്ച് ബോഡി ഗാർഡ് മതിയിരുന്നു. അങ്ങനെ അർജുൻ്റെ ചേട്ടൻ പോലീസാണ്. അങ്ങനെ പോലീസ് കുറച്ചുണ്ടായിരുന്നു, അങ്ങനെ ബോഡി ഗാർഡ് മാതിരി. ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ബോഡി ഗാർഡ് വരുന്നു. ആറമ്മ ഇവിടേക്ക് പോകുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പോകുമ്പോൾ അങ്ങനെ പീറ്റർ സെമ്പർ 7 പേർ ഇങ്ങനെ പറത്തിറങ്ങി. അങ്ങനെ അവൾ സ്റ്റെല്ല പ്ലാൻ ചെയ്തു ഇവരെ മാരേജ് കഴിക്കാൻ എന്നെ പ്ലാൻ ഇട്ടു. സ്റ്റെല്ല പറഞ്ഞു എല്ലാം റെഡിയാണല്ലേ? ആ റെഡിയാണ് സർ. മാം ഓക്കെ. സ്റ്റെല്ലാൻ്റെ ബോഡി ഗാർഡ് ചോദിച്ചായിരുന്നു. സ്റ്റെല്ല പറഞ്ഞു മാം. സ്റ്റെല്ലാണ്ടോട് ഒരാൾ പറഞ്ഞു മാം എല്ലാം കഴിഞ്ഞു. സ്റ്റെല്ല ശരി ഓക്കെ ബോസ് മാം എല്ലാം ചെയ്ത് കഴിഞ്ഞു. സ്റ്റെല്ലൻ ഡാഡി ഉണ്ടായിരുന്നു. ശരി മോളൻ 7 പേരെ എങ്ങനെ മാം സ്റ്റെല്ല മാരേജ് കഴിക്കൂ? എനിക്ക് ഒരാൾ വേണ്ട, 7 പേര് വേണം. സ്റ്റെല്ല പറഞ്ഞു ശരി ഓക്കെ എന്ന് സ്റ്റെല്ലൻ്റെ അച്ഛൻ അമ്മ സമ്മതിച്ചിരുന്നു. അങ്ങനെ മാരേജ് നന്നായിട്ട് നടക്കാൻ പോകുന്നു. സ്റ്റെല്ല പോലീസിനെ മണ്ടയ്ക്ക് അടിച്ച് പ്രേയർ അടുപ്പിച്ച് അതിൽ പോലീസ് അവിടെ ഫോണിന് സംസാരിക്കും. സ്റ്റെല്ല പോകുന്നു. 2 പോലീസ് ഉണ്ടായിരുന്നു. അതിലൊരു പോലീസിക്ക് ബാക്കി പോലീസെല്ലാം മയങ്ങി വീണു. സ്റ്റെല്ല ചെയ്യുന്ന വീഡിയോസ്, സ്റ്റെല്ല ചെയ്യുന്ന പണിയെല്ലാം ചെയ്ത് നോക്കി. സ്റ്റെല്ലൻ്റെ ബോഡി ഗാർഡ് എടുത്തുകൊണ്ട് പോകുന്നു. ഫോളോ ചെയ്യാൻ തുടങ്ങി. അതിലൊരു പോലീസ് സ്റ്റെല്ല പോകുന്ന വണ്ടിയിൽ സ്റ്റെല്ലൻ്റെ ആൾക്കാരുടെ വണ്ടിയിൽ ഒരു പോലീസ് ഒരു ട്രാപ്പ് വെച്ചിരുന്നു. അങ്ങനെ ആ വണ്ടിയിൽ ഒരു കിഡ്നാപ്പ് ചെയ്യുന്നതെല്ലാം 7 പേര് ബോധം കെട്ടി ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്തു. അങ്ങനെയായിട്ട് ഇങ്ങനെ സ്റ്റെല്ലൻ്റെ വീട്ടിലാണ് സ്റ്റെല്ല. എന്നെ പോലീസ് അർജുൻ ഫോൺ ചെയ്തു. അർജുനും ഹീറോയിനോട് പറഞ്ഞു. അവരെല്ലാം ഓടിപ്പോയി. സ്റ്റെല്ല മാരേജ് കഴിക്കാൻ വേണ്ടി റെഡിയായിട്ട് കല്യാണം പറഞ്ഞ് റെഡിയായിരുന്നു. അങ്ങനെ സ്റ്റെല്ല എല്ലാമൊക്കെ ഇങ്ങനെ മാരേജ് പ്ലാൻ ചെയ്തായിരുന്നു. സ്റ്റെല്ല അവർ സൈനായിട്ടുള്ള മോസ്റ്റിൽ അവർ കൈൻഡ് ചെയ്ത് വിട്ടാൽ മതി എന്നെ സ്റ്റെല്ല പറഞ്ഞു. അങ്ങനെ സ്റ്റെല്ല മാരേജ് റെഡിയായിരുന്നു. സ്റ്റെല്ല അങ്ങനെ പീറ്റർ സെമ്പർ കണ്ണു തുറന്നു. സ്റ്റെല്ല എന്നെ ഷോക്കായി. ആരാ നീ? ഓ സ്റ്റെല്ല പറയാൻ തുടങ്ങി. ഹായ് ബേബീസ്, ഞാനാണ് നിങ്ങൾക്ക് എനിക്ക് മാരേജ് ആകാൻ പോകുന്നത്. സ്റ്റെല്ല സ്മൈൽ ചെയ്യാൻ തുടങ്ങി. ഇത് കേട്ട് ഷോക്കായി പോയി. എൻ്റെ പേര് സ്റ്റെല്ലാണ്. നമുക്ക് മനസ്സിലായി ഇവളാണോ അത് ചെയ്തത്? ഓറം പറഞ്ഞു തുടങ്ങി ഇംഗ്ലീഷിൽ. ഇതൊന്നും നടക്കാല്ല, ഞങ്ങൾ മാരേജ് കഴിക്കില്ല. എനിക്ക് എൻ്റെ മേലെ ഇൻട്രസ്റ്റ് ഇല്ല. ഞങ്ങളെ വൈഫ് കൂടെ നമ്മൾ ഉണ്ടാവും അങ്ങനെ ആറും പറഞ്ഞു. അതുകൊണ്ട് സ്റ്റെല്ല സ്മൈൽ ചെയ്തു. നിങ്ങളെ ആരക്ഷിക്കാൻ വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയി ഓടി വന്നു സ്റ്റെല്ലാന്. ഹീറോയിൻ ഓണിച്ചിട്ട് മാസ്ക് ഇട്ടായിരുന്നു. അങ്ങനെ സ്റ്റെല്ലക്ക് ഹീറോയിനെ കണ്ടുപിടിച്ചു. സ്റ്റെല്ല പറയാൻ തുടങ്ങി നീ എന്നിട്ട് വന്നത്? സ്റ്റെല്ല അവർ 2 പേര് ഉണ്ടാക്കി. അങ്ങനെ അവർ വള്ളിയെല്ലാം കഴിച്ചു. അർജുൻ ശരി ഓക്കെ. സ്റ്റെല്ലാൻ വീണ്ടും പിടിച്ചു. സ്റ്റെല്ലാൻ വേഗം ജയിലിലോട്ട്. അവൾ ഇത്ര വർഷമായിട്ട് ജയിലിൽ ഇറങ്ങാൻ കല പറഞ്ഞു. സ്റ്റെല്ലക്ക് എല്ലാം അവിടെ നിന്ന് ജയിലിൽ നിന്ന് പഠിച്ചു കൊടുത്ത് സ്റ്റെല്ലൻ്റെ അച്ഛനമ്മയോട് പറഞ്ഞു മിരട്ടിയെന്ന്. സ്റ്റെല്ലൻ്റെ അച്ഛനമ്മ പേടിച്ചു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റെല്ല അകത്തെ ജയിലിലുണ്ടായിരുന്നു. സ്റ്റെല്ല അങ്ങനെ പീറ്റർ സെമ്പർ പറയാൻ ഡാൻസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോമാർ സ്മൈൽ ചെയ്ത ഹീറോയിന് ഡാൻസ് പറഞ്ഞു. എനിക്ക് ഓട്ടോഗ്രാഫ് വേണം, ബുക്കുണ്ട്. അങ്ങനെ ഹീറോയിൻ്റെ കയ്യിൽ ബുക്കുണ്ട്. 7 പേരും ഇതിൽ ഓട്ടോഗ്രാഫ് ഇട്ട് കൊടുത്ത് ബായ് എന്ന് സ്മൈൽ ചെയ്ത് അവർ പോയി തുടങ്ങി. അങ്ങനെ ഹീറോമാർക്ക് ഹീറോയിന് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല കുട്ടിയാണല്ലോ, ഒരു നല്ല ക്യാരക്ടറാണ്, അങ്ങനെ പിടിച്ചായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഹീറോയി ഇങ്ങനെ സന്തോഷത്തിൽ ഇരിക്കുമ്പോൾ എൻജോയ് ചെയ്ത ഒരു ഫ്രണ്ട് കൂടെ ഇതാണ് അങ്ങനെയായിട്ട് ഗെയിംസ് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് കുറച്ച് ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുമ്പോൾ ഒരു ചെക്കൻ വന്നു. അവൻ്റെ പേരാണ് ഹീറോയിനെ ടോർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു പുതിയ കുടി വന്നായിരുന്നു. അവൻ്റെ പേരാണ് റൈമൊക്കെ ഹീറോയിനെ കണ്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങി. വാവ്, കാണാൻ ഭംഗിയായിട്ടുണ്ടല്ലോ. അങ്ങനെ റൈം പറയാൻ തുടങ്ങിയായിരുന്നു എനിക്ക് മകളെ ഇഷ്ടമാണ്, നിങ്ങളെ മോളെ എനിക്ക് മാരേജ് ചെയ്യിപ്പിക്കാന്ന്. ഹീറോയി പറയാൻ തുടങ്ങി എനിക്ക് മാരേജ് ഇഷ്ടമില്ല. ഹീറോയിൻ്റെ ഉമ്മക്കുപ്പൊക്കെ അറിഞ്ഞുമായിരുന്നു അവൻ്റെ ക്യാരക്ടർ ശരിയില്ല. അങ്ങനെ ഹീറോയിൻ ഒന്നും സമ്മതിച്ചില്ലായിരുന്നു. അങ്ങനെ ഹീറോയിനെ പിടിച്ച് മാരേജ് കഴിക്കാൻ എന്നെ പ്ലാൻ ചെയ്തായിരുന്നു. ഹീറോയിനെ ഉമ്മപ്പനെ പിടിച്ച് മിരട്ടി. അങ്ങനെ ഹീറോയ്ക്ക് അവനക്ക് മാരേജ് ഈ ഫോട്ടോ ഇതുണ്ടാൽ മതിയായിരുന്നു. ഹീറോയി ഭയങ്കര സാഡായിരുന്നു. ഞാനായിട്ട് 2 അർജുനും കൂടി ഓടി വരാൻ തുടങ്ങി. ആറമ്മ ഇടിച്ചു. സോറി സാർ. ആറമ്മ ഓടുന്ന കണ്ടു. ഷോക്കായി അങ്ങനെ 2 പേര് കൂടി ഓടി വരുന്ന കണ്ട്. അങ്ങനെയായിട്ട് ഫ്രണ്ട്സ് കൂടി വന്ന് ഇങ്ങനെ പിടിച്ചു. അടി അങ്ങനെ ഫ്രണ്ടിനെ പിടിച്ചു. സൂറനെ പിടിച്ച് കേട്ടു. എന്ത് പറ്റി? സാർ ഇവള് പറയൂ എന്ന് പുറകിലെ ഒരു ഫ്രണ്ട് പറയാൻ തുടങ്ങി. അങ്ങനെയായിട്ട് ഫ്രണ്ട് പറഞ്ഞോണ്ട് പോകുന്നു. അതെ അങ്ങനെ പറയാൻ
സമയത്ത് സൂറ പറയാൻ തുടങ്ങി, സർ സർ അവൾക്ക് മാരേജ്. ആരൊക്കെ നിങ്ങൾ അയച്ചിരിട്ടേ ഹീറോയിൻ്റെ ഒരു ഫാത്തിമക്ക് മാരേജ് സർ. എന്നാ മാരേജാ? എന്താ സർ അവൾക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല സർ. ഫോഴ്സ് ചെയ്ത് അവൻ മാരേജ് കഴിക്കും. അടുത്തുള്ള വീട്ടിലാണ് പറഞ്ഞു. ആറാം പറഞ്ഞു, എന്താ അവനാ? അതെ സാർ, അവനെ കാണുകയില്ലല്ലോ സാർ. അത് കണ്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പോവാ സാർ. നിങ്ങൾ ഓടുന്നതിന് കൂടി ഡിസംബർ പറയാൻ ഞാനും കൂടെ വരുന്നതെന്ന് അവർ 7 പേർ വർഗിൽ വന്നു. അങ്ങനെ ഹീറോയിനെ പിടിച്ച് മിരട്ടാൻ തുടങ്ങി. ഹീറോയിൻ സൈൻ ചെയ്യുന്നത് സമ്മതിക്കൂല്ല, ഞാൻ സൈൻ ചെയ്യില്ല. ഇനി ഹീറോയിനെ മിരട്ടാൻ തുടങ്ങി. ഹീറോയിൻ സൈൻ ചെയ്യാനില്ലായിരുന്നു. അങ്ങനെ ഹീറോയിനെ കൈ പിടിച്ച് സൈൻ ചെയ്യാൻ പറഞ്ഞു വരുമ്പോൾ പിന്നെ പോലീസ് വന്നു. ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഹീറോയിൻ സൈൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഫൈറ്റ് ആവാൻ തുടങ്ങി. അർജുൻ ഫൈറ്റ് ചെയ്ത് ആ പേപ്പർ അവിടെ തുറന്നു വീണു. അത് ആറമ്മൻ്റെ കാലിലടിയുന്നു. അതെന്താ പേപ്പർ? ആറമ്മ എടുത്തു നോക്കി. അതിൽ ഹീറോയിനെ പിടിച്ച് സൈൻ ചെയ്ത് അവൻ സൈൻ ചെയ്യാൻ പോവും. ഹീറോയിൻ പിടിച്ച് സൈൻ ചെയ്തിപ്പിച്ച് അങ്ങനായിട്ട് ആ പേപ്പർ വന്നു. ഹീറോയിൻ പിടിച്ച് സൈൻ ചെയ്തിപ്പിച്ചവന് അങ്ങനായിട്ട് അവൻ സൈൻ ചെയ്യാൻ പോകുമ്പോഴാണ് അവൻ സൈൻ ചെയ്യാൻ പോകുമ്പോഴാണ് പേപ്പർ എടുത്ത് ഓടിച്ചത്. അതുകൊണ്ട് ആറമ്മ നോക്കാൻ തുടങ്ങി. ശരി ഓക്കെ, ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആറമ്മയോട് പറയാൻ തുടങ്ങി, സാർ അത് എടുത്തു സാർ, എനിക്ക് കീരാൻ പോകും സാർ, ആ പേപ്പർ ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹീറോയിനെ മോപ്പി കൊല്ലുമെന്ന് പറഞ്ഞു മിരട്ടാൻ തുടങ്ങി. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആറാം പറയാൻ തുടങ്ങി, ശരിടാ നമുക്ക് വരവില്ല. അങ്ങനെയായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ സ്റ്റെല്ല വന്നു. ആറാമക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അർജുൻ പറഞ്ഞു, സാർ സ്റ്റെല്ല ഹീറോയിനെ മോപ്പ് പറയുന്നുണ്ട്, അവനോട് സൈൻ ചെയ്യാൻ പറയുന്നത്. ഹീറോയിനിപ്പം അർജുൻ ഷോക്കായി. എന്താ മാം പറയുന്നത്, എന്താ ആൻറ്റി പറയുന്നത്? അവനോട് സൈൻ ചെയ്യാൻ പറഞ്ഞു. സാർ നിങ്ങൾ അതിൽ സൈൻ ചെയ്ത് പ്ലീസ് സാർ അങ്ങനെ പറഞ്ഞു. ആറാം സൈൻ ഇട്ടു. അത് മാത്രമല്ല 7 പേർ ആ പേപ്പറിൽ സൈൻ ഇട്ടു. അങ്ങനെ ഇപ്പോൾ ഹസ്ബൻഡ് വൈഫായി. സ്റ്റെല്ലക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ സ്റ്റെല്ലക്ക് ഷോക്കായി പോയി. അങ്ങനെ BTS മെമ്പർ കൂടെ ഹീറോയ്ക്ക് മാരേജായി. അങ്ങനെ ഹീറോയ്ക്ക് ഷോക്ക്, എന്ത് എനിക്ക് മാരേജായി? ഹീറോയ്ക്ക് ഷോക്കായി അവിടേക്ക് മയങ്ങി വീണു. അർജുൻ കൊണ്ട് സൈൻ ചെയ്ത് കഴിഞ്ഞു. സർ നിങ്ങൾ സൈൻ ചെയ്തില്ലല്ലോ സർ. അങ്ങനെ കിളിന്ന് പറയാൻ തുടങ്ങി. ആറും സൈൻ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് മാരേജ് നന്നായിട്ട് നടന്നു.